നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആ ടച്ച് ചെയ്താൽ അത് മോശമാണ്. ഒരു ബോയ് ഗേൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മോശം, ബാഡ് ടച്ച് ആയിട്ടാണ് എല്ലാവരും കണക്കാക്കിയിരുന്നത്. പക്ഷെ അതിന് പകരം ഇതിന് തമ്മിലും ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്, സ്നേഹത്തിന്റെ പേരിൽ രണ്ടുപേർക്ക് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കൊടുത്തത് ഫസ്റ്റ് ലേഡി ശരിക്കും പറഞ്ഞ ശ്വേതാ മേനോനാണ്. നമസ്കാരം. മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടികളിൽ ഒരാളായിട്ടുള്ള നടി ശ്വേതാ മേനോൻ ഇപ്പോൾ അവർക്കെതിരെ ഒരു ആരോപണം അല്ലെങ്കിൽ പരാതി ഉയർന്നിരിക്കുകയാണ്. ലൈംഗികതയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നു എന്നതാണ് ഒരു കേസിന്റെ ആസ്പദമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത് അമ്മ സംഘടനയിലെ തിരഞ്ഞെടുപ്പ് സമയത്താണ്. അത് ബാബുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചിലർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വശത്ത് ഒരു ഗൂഢമായിട്ടുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പരാതി ഉയർന്നിരിക്കുന്നത് എന്നുള്ള തരത്തിലും, മറുവശത്ത് ഇത്തരം ഒരു പരാതിയുടെ അനിവാര്യതയുണ്ട് എന്നുള്ള രീതിയിലും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം എന്നറിയാനാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. മൂവി ഇപ്പൊ ഏത് അവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ അവർ എക്സ്പോസ് ചെയ്ത് കാണിക്കണമെങ്കിൽ അത് അവരുടെ ഒരു ഫിലിമിനോട് അവർക്കുള്ള ഒരു ഇഷ്ടം, അല്ലാതെ വേറൊന്നുമില്ല. അവരുടെ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് ആളുകൾക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇല്ല, എനിക്കിഷ്ടമാണ് അവരുടെ ആക്ടിങ് ഒക്കെ, എനിക്കിഷ്ടമാണ്. ഈ രതീന്ദ്രവേദം എന്ന് പറയുന്ന സിനിമ വന്നിട്ട് എൻ്റെ ചെറുപ്പത്തിലാണ് വന്നത്. പിന്നെ ഇപ്പോഴും അവര് ചലച്ചിത്ര അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവര് ഇപ്പോഴത് അതിനെപ്പറ്റി ഒരു ആക്ഷൻ എന്ന് പറയുന്നത് അതൊരു ശരിയായ നടപടിയല്ല. കാര്യം ഇന്ന് അവർ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ രതീന്ദ്രപ്രഭു എൻ്റെ ചെറുപ്പത്തിലെ വന്ന പടമോ. അന്നൊന്നും കാണാത്ത തെറ്റുകുറ്റങ്ങൾ ഇപ്പൊ കണ്ടെത്തുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ശ്വേതാ മേനോൻ അമ്മ സംഘടനയിലെ തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം എന്നുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ സ്ത്രീകൾ വന്ന് ഒരു പദവിയുടെ തല ഉയർന്ന സ്ഥാനത്ത് വരുന്നതിൽ ഞാൻ അനുകൂലമായ ഒരു അഭിപ്രായക്കാരനാണ്. പക്ഷെ ഈ സിനിമയുടെ കാര്യങ്ങൾ, ഈ സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ 10, 20, 25, 30 വർഷത്തിന് മുമ്പ് ഈ രതീന്ദ്രപ്രഭുവൊക്കെ വന്നേ. അന്ന് ഈ കാഴ്ചപ്പാടുകളൊന്നും, ഇന്ന് ഈ കുറ്റം പറയുന്നവർക്ക് അന്ന് ഈ കാഴ്ചപ്പാടുകളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇപ്പോഴേ ഇതൊക്കെ വന്ന് ചിലപ്പോൾ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഒരു ഇതുകൂടെ ആകാം. ഒരു വനിതകൾ ഈ മേഖലയിൽ വരാൻ പാടില്ല. അതാണ് ഇപ്പോഴത്തെ പുരുഷ മേധാവിത്വം. അങ്ങനെ ഇവരെ ഏത് രീതി കുറുക്കാന്ന് പറഞ്ഞ ഒരു സംവിധാനം കൂടെ ചേർന്നുള്ള പരിപാടിയാണ്. ഇത് നടക്കില്ല. അവർ ഹൈക്കോടതിയിൽ പോയി, അവർക്ക് മറ്റുള്ള സപ്പോർട്ടെല്ലാം ഉണ്ട്. ആരും അത് അംഗീകരിക്കില്ല. എന്തായാലും പ്രതികരിക്കും, ഒരു കുഴപ്പവും നടക്കില്ല. അടുത്തവര് നിൽക്കുകയും ചെയ്യും. അതാണ് ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമകൾ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സിനിമയിൽ അവര് ഇങ്ങനെ ഗർഭിണിയായിട്ട് അഭിനയിച്ചു. അവർ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ആ സിനിമകളൊക്കെയാണ് ഈ പറയുന്ന പരാതിക്ക് അടിസ്ഥാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ കാണിക്കാൻ പാടില്ല, കാരണം കാലം കഴിഞ്ഞു. അതൊക്കെ ഈ അഭിനയിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പോകും. ഇനി സ്ത്രീകളെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സിനിമ നടക്കില്ല. എല്ലാവരും കുഴപ്പമാവും. അങ്ങനെ കുഴപ്പമാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. ആണ് ഈ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു അഭിനയം എന്ന് പറയാൻ ശ്വേതാ മേനോൻ കാഴ്ചവെച്ചതായിട്ട് തോന്നി? അങ്ങനെ തോന്നുന്നില്ല. അവര് കാണിച്ചത് ഏകദേശം ആൾക്ക് ഒരു തോന്നും. പക്ഷെ അത് വലിയ കാര്യമല്ല. ഇതിന്റെ അപ്പുറം കാണിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കാണില്ലെന്നുള്ളൂ. ഒരുപാടുണ്ട്. അതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. അത് അന്നൊന്നും കേസായില്ല. അത് ഇപ്പോഴങ്ങനെ എടുത്തിട്ട് അവർ പ്രസിഡന്റായിട്ട് നിൽക്കലുണ്ട്. അവരെ ഇങ്ങനെ തരം താറ്റി കെട്ടാനുള്ളത് അത് നടക്കുകയില്ല. അവര് സ്ത്രീകളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യും. പുരുഷന്മാരും അവരുടെ കൂടെ ഉണ്ട്. അതാണ് ഈ ചാനൽ. അതിന്റെ വൈരാഗ്യം കൊണ്ട് അവരെ മോശം രീതിയിലേക്ക് ചിത്രീകരിക്കുന്നു. അത് തന്നെയാണ്, അല്ല ഇതിൽ വേറെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എത്ര ഈ സെക്സ് ഫിലിം ആരെല്ലാം അഭിനയിക്കുന്നുണ്ട്. പിന്നെ അവർക്കെല്ലാം ആക്ഷൻ എടുക്കണ്ടേ അല്ലേ? യഥാർത്ഥത്തിൽ അത് തെറ്റായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ്. മറ്റൊരു ഇലക്ഷന്റെ ഇതുകൊണ്ട് ഒരു മിക്കവാറും ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനുള്ള ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും സ്ട്രോങ് ലേഡിയാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ശരിക്കും പറഞ്ഞാൽ
പിന്നെ പല പ്രാവശ്യങ്ങളിലും പണ്ട് തലമുറകളിലുള്ള അതായത് ഒരു ഭയങ്കര കുലീനമായി എല്ലാവരോടും സംസാരിക്കുകയും സിനിമയിലൊക്കെ അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിട്ട് ശ്വേതാമേനൻ അന്ന് മുതലേ നമ്മൾ എന്നാണോ അവരുടെ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടി അവരെ കൂടുതലായിട്ട് ആക്ട്രസസ് എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ആ ഒരു ടൈം മുതൽക്കേ ശ്വേതാമേനൻ ശരിക്കും നിലപാടുകളുള്ള ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അവര് ചെയ്തു എന്ന് പറയുന്ന ഇപ്പൊ എന്തോന്ന് അശ്ലീല ചിത്രങ്ങൾ എന്തോ ചെയ്തു എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ ക്യാരക്ടേഴ്സ് മേ ബി ചിലതൊക്കെ അങ്ങനെ തോന്നിയിരിക്കാം. അതായത് കളിമണ്ണ് എന്ന് പറയുന്ന സിനിമ ചേച്ചി കണ്ടിട്ടുണ്ടോ? അതെ അതെ, അതൊക്കെയാണ് അശ്ലീലതയായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന സിനിമ. അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്നിപ്പോ നമ്മൾ യൂട്യൂബ് ചാനൽ തുറന്നു നോക്കുമ്പോഴത്തേക്കും മൊബൈൽ ഫോൺ തുറന്നു നോക്കിയാൽ എന്തെല്ലാം തരം അശ്ലീലങ്ങളാണ് നമ്മൾ കാണുന്നത് ആക്ച്വലി, ഇല്ലേ? ശരിക്കും ഒരു ഫാമിലിക്ക് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിക്ക് പോലും നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കാനായിട്ട് ചിലപ്പോൾ പേടിക്കും. എന്തുകൊണ്ടാണ്? ഈ ആക്ട്രസ്മാര് അശ്ലീലമായിട്ടുള്ള സിനിമകൾ ചെയ്തതുകൊണ്ടാണോ? അല്ല. ഇപ്പൊ യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് വളരെ മോശം എന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഒരു ക്യാരക്ടറിൽ ഇപ്പൊ ആ ഒരു ക്യാരക്ടറിന് അതിനൊരു ആവശ്യകത ഉണ്ടായി ചെയ്തതാണ് അവരൊക്കെ. ഇതിപ്പോ അങ്ങനെയല്ല. ഞങ്ങളുടെ ബോഡി എക്സ്പോസ്ഡ് ചെയ്തോട്ടെ, കണ്ടോട്ടെ, അതിൽ കൂടി നമുക്ക് കുറച്ച് നമുക്ക് കുറച്ച് സോഷ്യൽ മീഡിയ കൂടെ കുറെ ഇൻഫ്ലുവൻസസ് കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് പോപ്പുലാരിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇത് ഇപ്പൊ പെർട്ടിക്കുലർലി നമുക്കറിയാം, ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അവരും നല്ലൊരു നേതൃസ്ഥാനത്തിൽ വരുന്നു. സിനിമയിലുള്ള നടിമാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കും ഡെഫിനറ്റ്ലി. അവർ അതിനുള്ള ഒരു ബോൾഡ്നെസ് അന്ന് മുതൽക്കേ ഉള്ളൊരു ലേഡിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം മനഃപൂർവ്വം കെട്ടിച്ചമച്ചതെന്ന് മാത്രമേ ഇതിനകത്ത്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ചീപ്പാണ്, അല്ലേ? ഒരു സ്ത്രീ മുന്നിലേക്ക് വരുമ്പോ തന്നെ അവരെ തടയിടാൻ വേണ്ടിയിട്ട് ഇത്രയും നാൾ ഈ അമ്മയെ നിന്നപ്പോഴത്തേക്ക് അവരാരും അറിഞ്ഞില്ല, അല്ലേ? ഇതേ സ്ത്രീ ഇത്രയും സിനിമകളും ചെയ്ത് ഇത്രയും നല്ല ക്യാരക്ടേഴ്സും ചെയ്തവരെ അന്ന് അവർ നല്ല ക്യാരക്ടർ ചെയ്തിരുന്നു, നല്ല ബോൾഡ് ലേഡിയാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു ഹഗ്ഗിങ്, അല്ലെ, ഒരു ഗുഡ് ടച്ച് എന്നുള്ളത് പറഞ്ഞത് പോലും, ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്തെന്ന് തിരിച്ചറിയിപ്പിച്ചത് പോലും ശ്വേതാ മേനോൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ്, അല്ലേ? നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആ ടച്ച് ചെയ്താൽ അത് മോശമാണ്. ഒരു ബോയ് ഗേൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മോശം, ബാഡ് ടച്ച് ആയിട്ടാണ് എല്ലാവരും കണക്കാക്കിയിരുന്നത്. പക്ഷെ അതിന് പകരം ഇതിന് തമ്മിലും ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്, സ്നേഹത്തിന്റെ പേരിൽ രണ്ടുപേർക്ക് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കൊടുത്തത് ഫസ്റ്റ് ലേഡി ശരിക്കും പറഞ്ഞാൽ ശ്വേതാ മേനോനാണ്, അല്ലേ? അതുകൊണ്ട് ഞാൻ ശരിക്കും ശ്വേതാ മേനോന് സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ തേഞ്ഞുമാഞ്ഞു പോകും. അങ്ങനെ മോശമായി അഭിനയിച്ചതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഈ പാലേരി മാണിക്യം, മമ്മൂട്ടിയുടെ പാലേരി മാണിക്യ സിനിമയൊക്കെ ഉണ്ടല്ലോ, അതെ. അപ്പൊ അതിലൊക്കെ ശ്വേതാ മേനോൻ മോശമായിട്ടുള്ള രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. അതായത് ആളുകൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അഭിനയിച്ചുകൊണ്ട് പണം സമ്പാദിച്ചു എന്നാണ് പറയുന്നത്. ഇല്ല, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. നല്ല രീതിയിൽ തന്നെയാണ് ശ്വേതാ മേനോനെ അഭിനയിക്കുകയും രീതികളെയൊക്കെ നോക്കിക്കാണുന്നത്. അല്ല, നല്ല രീതിയിൽ തന്നെ കാണും. ശ്വേതാ മേനോന്റെ സിനിമകൾ കാണാറുണ്ടോ? അങ്ങനെ കാണാറില്ല. എന്നാൽ തന്നെ അവരെ പറ്റി അങ്ങനെ ചിത്രീകരിക്കുന്നത് തെറ്റാണെന്നായി പറയാൻ നമ്മളെ കണ്ടിട്ടില്ല. പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളിമണ്ണ്, പാലേരി മാണിക്യ പോലുള്ള സിനിമകൾ അഭിനയിക്കുന്നതെന്നാണ് ഇപ്പൊ ഒരു പരാതി വന്നിരിക്കുന്നത്. അത് ശരിയല്ല. തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് മൗലികാവകാശത്തിന്റെ ഇത് ചെയ്യാമായിരിക്കാം. പക്ഷെ അവർ ചെയ്തു എന്നുള്ള കാര്യം തീർത്തും നമുക്ക് ആരെക്കൊണ്ട് പറയാനൊക്കെ ഇത് പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഒരു സ്ത്രീ എങ്ങനെയൊക്കെ പറയാൻ വെക്കുമോ അങ്ങനെ പറയുന്നത് മാത്രമേ. അമ്മ സംഘടനയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്, ഈ 15-ന് തെരഞ്ഞെടുപ്പ് നടക്കാൻ. ശ്വേതാ മേനോനെ തിരഞ്ഞെടുക്കണമെന്ന് ഉദ്ദേശിക്കുന്ന അമ്മയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ എന്നാൽ ഈ പ്രചരണം കൊണ്ടുവരുന്നത് ചുരുക്കം പറഞ്ഞ തെറ്റ് തന്നെ, ഒരു സ്ത്രീയുടെ പേരിൽ കൊണ്ടുവരുന്നത്. തീർത്തും ശ്വേതാ മേനോൻ ഒരു നല്ലൊരു വ്യക്തിയാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരത്ത് നാട്ടുകാരനാണ്. ഇവിടെയാണ് ജനിച്ചത് വളർന്നതൊക്കെ. എന്നെ സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഞാൻ BJP പ്രവർത്തകനാണ്. അതുമല്ല ഇവിടുത്തെ BMSന്റെയും പ്രവർത്തകനാണ്. ഇവിടുത്തെ മഞ്ജുരിമയുടെ യൂണിറ്റ് സെക്രട്ടറി. സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ശ്വേതാ മേനോന്റെ പേരൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ആരോപണം അല്ലെങ്കിൽ പരാതി വരുന്നത്. ഇവരിങ്ങനെ സമ്പാദ്യത്തിന് വേണ്ടി മാത്രം ലൈംഗികത കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ അത് എല്ലാവർക്കും അങ്ങനെ പറഞ്ഞുണ്ടാക്കാമല്ലോ.